നമ്മൾ കുറേ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ഫ്ലവേഴ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലേ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ധാരണ. എന്തായാലും നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് ചെയ്തു വന്നപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ക്ലേ പാക്കറ്റ് മൊത്തം വേണ്ടി വന്നു ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതായത് ഒരു 500 ഗ്രാംസോളം ക്ലേ വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്കിതിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാന്ന്. അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷനായിട്ട് എന്ത് വെക്കുന്ന ആലോചിച്ചപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമ്മുടെ ഉള്ളൊരു സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലെ പോർഷൻ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ആദ്യം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ബോട്ടിലിൻ്റെ ഹൈറ്റ് കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് കുറച്ചും കൂടി ഹൈറ്റ് കെട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് വേറൊരു ബോട്ടിലിൻ്റെ ഒരു ടോപ്പ് പോർഷനും കൂടി മുട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ഉണ്ടാക്കാൻ പോണ സംഭവം ആ റെഫറൻസ് പിക്കിൽ കണ്ട അത്ര ഹൈറ്റ് ഉള്ളതായിരിക്കില്ല. പിന്നെ ഞാൻ ഈ കാട്ടിക്കൂട്ടുന്നൊന്നും നോക്കണ്ട, ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പിന്നെ ഇങ്ങനെയാണല്ലോ ഓരോന്ന് ഉണ്ടാക്കി പഠിക്കുക. പിന്നെ ഉണ്ടാക്കി വന്നപ്പോൾ ഏകദേശം ആ രൂപത്തിലൊക്കെ വരുന്ന കാരണം മനസ്സിൻ്റെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാ, എന്തെങ്കിലും ഉണ്ടാക്കി ശരിയായി തുടങ്ങി കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കാനുള്ള ഒരു ഉത്സാഹം കൂടി കൂടി വരില്ലേ. അതുപോലെയായിരുന്നു ഞാനിത് ഉണ്ടാക്കുമ്പോൾ. ആദ്യം ഉണ്ടാക്കി വരുമ്പോൾ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നന്നാവുമ്പോൾ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടാവില്ലേ, അതുമാതിരി ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഇതുപോലെ കുറച്ച് ക്രാക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു. പിന്നെ സാൻഡ് പേപ്പർ വെച്ച് കംപ്ലീറ്റ് ഒന്ന് സ്മൂത്താക്കി. പിന്നെ അതിൽ കണ്ട പോലെ ഒരു ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഫെവിക്രിലിൻ്റെ ഒരു ഗ്ലോസ് എന്ന് പറഞ്ഞ സംഭവം അടിച്ചു കൊടുത്തു. പക്ഷെ അത് ഡ്രൈ ആയപ്പോൾ പ്യൂർ വൈറ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ മുകളിലും പെയിന്റ് അടിച്ചു കൊടുത്ത് സെറ്റാക്കി. അങ്ങനെ ആ റെഫറൻസ് പിക്കിൽ കണ്ട പോലെ ഏകദേശം നമുക്കും സെറ്റായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഹാൻഡ് ഷേപ്പിലെ ഫ്ലവേഴ്സ്. അപ്പോൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.